അധികാരികൾ കണ്ണു തുറക്കാതെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ ഒരു കുടുംബം. ഫോർച്യൂൺ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറി പരിസരവാസികൾക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ ചെറുതല്ല. നഗരസഭയുടെയും വ്യവസായ വകുപ്പിന്റെയും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ദിവസവും പുറന്തള്ളുന്നത് ടൺ കണക്കിന് പൊടിയാണ്. പൊടിപടലങ്ങൾ സഹിക്കാതെ വന്നതോടെ റെസിഡൻഷ്യൽ കോളനിയിലെ ഭൂരിഭാഗം ആളുകളും സ്വന്തം കിടപ്പാടം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് കുടിയേറി. ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സൗകര്യമാണ്. അതിൽ പാർപ്പിടം, ജലം, വായു എല്ലാം വരും. പക്ഷേ ക്യാമറ കണ്ണുകളിൽ പോലും എത്തിക്കാൻ സാധിക്കാത്ത രീതിയിലൊരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ശുദ്ധമായ വായു ഇല്ലാതെ പൊടിശല്യം കാരണം ഒരു നാട്ടിലെ ആളുകളെല്ലാം വീട് മാറി പോവുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ കുടപ്പനക്കുന്ന് പാതിരാപ്പള്ളി എന്ന് പറയുന്ന റെസിഡൻഷ്യൽ കോളനിക്കകത്ത് സമീപത്തുള്ള ഒരു പ്ലൈവുഡ് കമ്പനി, അതായത് അവിടെ നിന്ന് വരുന്ന പൊടിയും ശബ്ദവും സഹിക്കാൻ വയ്യാതെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടുന്ന് അവരുടെ ജീവിതം തന്നെ വിട്ടെറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അതിന്റെ നേർക്കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ആ വിഷയം വിശദീകരിക്കുന്ന ഒരു ഇടത്താണ് നിൽക്കുന്നത്. രോഗിയായ 2 പേര് നിരന്തരം ചെയ്യുന്ന നിയമയുദ്ധം, ആ നിയമയുദ്ധത്തിന്റെ ഫലമായിട്ട് അവർക്ക് നീതി ലഭിക്കാത്തൊരു കാഴ്ച, ആ കാഴ്ച കണ്ടുവരാം. ഇവിടെ പൊടി, ശബ്ദം, കെമിക്കലിൻ്റെ കൊണ്ട് ശ്വാസം. എനിക്ക് 4 ബ്ലോക്കുകളിലാണ്. എൻ്റെ ഭാര്യ ക്യാൻസറാണ്. എനിക്ക് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ട്. എനിക്ക് ഈ മാസം ഡോക്ടർക്ക് പോകണം, ജനുവരിയിൽ. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഞാനാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ശബ്ദവും പൊടിയും കൊണ്ട് രാത്രി ആകുമ്പോൾ ഇവന്മാർ മിഷൻ വെച്ചിട്ടാണ് പൊടി അടിച്ച് കളയുന്നത്. അത് അടിക്കുമ്പോൾ 4 ചുറ്റും മണമുണ്ട്. ഈ വീട്ടിലെ പാർട്ടി എല്ലാം മാറിപ്പോയി ഈ ഇവന്മാരെ ശല്യം കൊണ്ട്. പൊല്യൂഷൻ കൺട്രോൾ വിചാരിച്ച ഒരു സെക്കൻഡ് കൊണ്ട് നിർത്തി തരാം. MLAക്ക് കൊടുത്തിട്ട് MLA വിളിച്ച് തളർന്നു. MLA ലാസ്റ്റ് എൻ്റെ ചോദിക്കുകയാണ്, ഞാൻ ഒരു ഗുണ്ടയാണ് വന്ന് അടിച്ച് നിർത്തി തരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്ത് ഇവരൊക്കെ ഞങ്ങൾ എന്ത് ചെയ്ത്? എനിക്ക് 5 പൈസ കൈമണി കൊടുക്കാനില്ല. അപ്പോൾ വരണവർ പറയുന്നത് വെച്ചാൽ ഇവിടെ ഈ കമ്പനി ഇവിടെ നടത്താൻ പാടില്ല. ഇവിടെ പൊടിയുണ്ട്, ശബ്ദമുണ്ട്, കെമിക്കലുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് വെള്ളമടിയുണ്ട്. ഈ ഇപ്പം കഴിഞ്ഞ മാസം ഈ മഴ നടന്ന സമയത്ത് ഞാൻ വെളിയിൽ നിന്ന് റോട്ടിൽ നിന്ന് നനഞ്ഞുകൊണ്ട് വരികയാണ്. കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് ഇവന്മാർ കുപ്പിയുണ്ട്, ഈ ഓടയെ കൊണ്ട് എറിയുന്നു. കുപ്പി കൊണ്ട് ഓടുന്നത് അവിടെ ഇവിടെ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വെറും വൃത്തികെട്ടാണ് നടക്കുന്നതിൻ്റെ അകത്ത്. മുമ്പുള്ളവൻ ഇതേപോലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടാ ഞാൻ ഒരു ഗൾഫുകാരനാണ്, ഞാൻ ഇത് ചെയ്തിട്ടാന്ന് ചോദിച്ചു. പറഞ്ഞ സാധനം കൊണ്ട് വിറ്റുവിട്ടാന്ന് ചോദിച്ചു. നമ്മൾ വിൽക്കുന്നത് നമുക്ക് കുഴപ്പമില്ല, നിങ്ങളൊരു ഒപ്പിട്ടിരുന്നു. അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ ഒപ്പിട്ടിട്ട് അവൻ എന്താക്കി വെച്ചാൽ പറഞ്ഞിച്ച സാധനം മാത്രമല്ല, അവൻ്റെ കയ്യിലില്ലാത്ത വൃത്തിയിട്ട എല്ലാ വൃത്തിയോടും ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ ഒരു പേപ്പർ കൂടെ കൊണ്ട് ഞാൻ കുടപ്പനക്കുന്നി കൊണ്ടുകൊടുത്തു. ഇപ്പോൾ ഹാപ്പിച്ചേ അവർ വന്ന് പറഞ്ഞ് ഇത് ക്യാൻസലാക്കി. അവർക്ക് പിന്നെ നമ്മളിപ്പം പറയാം, ഇന്ന് വേണമെങ്കിൽ ഇന്നിപ്പം TV യിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വേണമെങ്കിൽ നാളെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. സത്യം പറയണം, കള്ളം പറയുന്നതല്ല, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട രീതിയിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അവർക്ക് വായുസഞ്ചാരമില്ലാത്ത ഒരു മുറിയിൽ നിന്ന് പാചകം ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ജനലുകളോ വാതിലുകളോ ഒന്നും തുറന്നിടാൻ സാധിക്കില്ല. കണ്ണിൽ പോലും കാണാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മങ്ങളായിട്ടുള്ള പൊടിയാണ് ഇവിടെ വ്യാപിക്കുന്നത്. കാരണം നമുക്കറിയാം, സമീപത്തുള്ളൊരു പ്ലൈവുഡ് കട്ടിംഗ് ആണ്, അവിടെ ഫിനിഷിങ്ങിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തുമാത്രം വായുമലിനീകരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തന്നെ മനസ്സിലാവും, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ അത് ഇവിടുത്തെ സോണൽ ഓഫീസർമാരോ അല്ലെങ്കിൽ നഗരസഭയോ അധികാരികളോ വ്യവസായ വകുപ്പോ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ക്യാമറമാൻ അനൂജ് ആനാവിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.